നാഷണൽ എക്സ്പോർട്സ് വരെ പോണം. എത്രയാവും? 60 രൂപ. വേണ്ട, പൊയ്ക്കോ. ഒരു ലിഫ്റ്റ് തരുമോ ടൗണിലേക്ക്? ഒരു ലിഫ്റ്റ് തരുമോന്ന്? Why not? Please. എന്താ? പ്രഭ. I am ശരത്. പഠിക്കുക? അല്ല, ജോലിയുണ്ട്. എന്നും ഈ നേരത്താണോ വരിക? നേരമില്ലാത്ത നേരത്ത് അവന്റെ ഒരു കിന്നരം പറിച്ചില്. എന്താ? അല്ല, പതുക്കെ വണ്ടി ഓടിക്കാനേ അറിയുള്ളൂന്ന്. എനിക്ക് സ്പീഡിൽ പോകുന്ന ഇഷ്ടം. അയ്യോ, ഞാൻ സ്പീഡിലാണ് ഓടിക്കാറ്. എന്റെ സ്പീഡ് കണ്ടിട്ട് പ്രഭക്കുട്ടി പേടിച്ചാലെന്ന് വിചാരിച്ചിട്ടാ സ്പീഡിൽ ഓടിക്കട്ടെ. വേണമെങ്കിൽ എന്നെ ഒന്ന് പിടിച്ചിരുന്നോ ഒരു സേഫ്റ്റിക്ക്? വേണ്ട, വണ്ടി പിടിച്ചിട്ടുണ്ട്. കുറച്ചുകൂടെ സ്പീഡ് ആയിക്കൂടെ? ഇതിന് വലിയ ചാകാനം മറ്റിറങ്ങിയതാണോ? ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഹലോ, എക്സ്ക്യൂസ് മീ. ഇന്നലെ ഞാൻ തന്നെ കാത്ത് ബസ് സ്റ്റോപ്പിൽ എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയോ? ഞാൻ കാറായിട്ട് വന്നിരിക്കണേ. നിങ്ങൾ വിചാരിക്കും പോലെ ഒരു പെണ്ണല്ല ഞാൻ. ഇന്നലെ കറക്റ്റ് സമയത്ത് ഓഫീസിൽ ജോയിൻ ചെയ്യാൻ വേണ്ടിയാ ഞാൻ ലിഫ്റ്റ് ചോദിച്ചത്. ഇന്ന് എന്തായാലും ലീവ് എടുക്ക്, നമുക്കൊന്ന് കറങ്ങിട്ട് വരാം. ഏതായാലും ഞാനൊരു ലിഫ്റ്റ് തന്നതല്ലേ, തിരിച്ചിങ്ങോട്ടൊരു ഗിഫ്റ്റ്. ഒരു കാർ നിന്റെ കോലവും കണ്ട് മയങ്ങി വരുന്ന പെണ്ണാ ഞാനിന്ന് കരുതിയോ? എന്താ പ്രശ്നം? ഞാൻ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങാൻ ചെല്ലണോന്ന്. ഓഹോ, അത് ശരി. എന്താ ഞാൻ വന്നാ മതിയോ? എന്താ ഒന്നും മിണ്ടാത്തത്? പോടാ പോടാ. ചേട്ടൻ എന്താ ചൂടാവണേ? ഞാൻ വിചാരിച്ചത് ഒരു പോക്ക് കേസാന്നാ. നമുക്ക് ഇതല്ലെങ്കിൽ വേറെ. ആ പോ 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 പോ. പോട്ടെ. ആ വണ്ടിയിൽ എടുത്തോണ്ട് വയ്ക്കും. ഏതാ ഇവൻ? എനിക്കൊരു പരിചയമില്ല. പിന്നെ അന്ന് കൃത്യസമയത്ത് ഓഫീസിൽ എത്തിയത് ആ കുരിശിന്റെ ബൈക്കിൽ ലിഫ്റ്റ് കിട്ടിയിട്ടാ. അത് ശരി, അവൻ തെറ്റിദ്ധരിച്ചതിൽ കാര്യമുണ്ട്. ഈ ആണുങ്ങളായാലും അങ്ങനെയാ. ഒന്ന് മിണ്ടിയാ മതി, ഉടനെ തെറ്റിദ്ധരിക്കും. പിന്നെ കൂടെ ചെല്ലാൻ നിർബന്ധിക്കും. ചിലർക്കൊന്ന് കണ്ടാ മതി, അപ്പോഴേക്കും പ്രേമം തുടങ്ങും. നീയാണോ മൈക്കിസിൽ അറിഞ്ഞിരിക്കുന്നത്? ഇന്ന് വൈകുന്നേരം കാശ് കൊടുത്തില്ലെങ്കിലേ നാളെ വരാൻ വരില്ലെന്ന്. നീയൊക്കെ കാശ് കൊടുത്തില്ലേ? എവിടെ കൊടുക്കാൻ ഉണ്ടായിരുന്ന അതിന് വണ്ടിക്ക് ടയർ വാങ്ങിച്ചു. അതാ ടൈറ്റ് ആയത്. 500 എണ്ണത്തിന് ഇപ്പൊ എന്തൊരു വഴി? ഏതായാലും അപ്പനോട് ചെന്ന് തരില്ല. നേരെ വഴിക്ക് ഇപ്പൊ അമ്മയും പൈസ തരാൻ പോകുന്നില്ല. ആ, ഒരു വഴിയുണ്ട്. നിങ്ങൾ മൈക്കസിറ്റാരും കൂട്ടി നേരെ വീട്ടിലേക്ക് വിട്ടോ. കാശിന്റെ കാര്യം ഞാൻ ഏറ്റു. എന്നാ വാടാ. എടി മേരി, ആ കുട്ടിത്തേവാങ്കിന് ഇത്തിരി ചോറെടുത്ത് കൊടുത്തേ. എടി ശാരദേ, ഓ എന്റെ ഈശോയെ, ഇവിടെ എവിടെ പോയി കിടക്കുക? ഓ, ചെവിതല കേക്കാൻ വയ്യ. നിങ്ങൾക്ക് ഇത് എന്തോന്നിന്റെ ചൂക്കേടാ? വിളിച്ചു കൂവാതെ മനുഷ്യൻ. നിന്റെയൊക്കെ ചെവിക്കകത്ത് ആപ്പടിച്ച് കയറ്റിയാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ? പുറത്ത് ആ ലൈറ്റ് ഓപ്പറേറ്റർ സജീവമെന്ന് നിപ്പുണ്ട്. അവനൊരു 500 രൂപ എടുത്ത് കൊടുത്തേക്കടേ. എന്നാ പിന്നെ ബാങ്കിൽ കിടക്കുന്ന കാശ് മുഴുവനും എടുത്ത് പിള്ളേർക്ക് മിമിക്രി കളിക്കാൻ കൊടുക്ക്. നിങ്ങളാ പിള്ളേരെ ചീത്തയാക്കുന്നേ. ആ വളോ. എടി ശാരദേ, അച്ചായം പറയുന്നത് കൊച്ചമ്മ അങ്ങ് കേട്ടാ മതി. നിന്റെ അപ്പം സമ്പാദിച്ചല്ലോ. മണിമല മാമച്ചന്റെ മക്കൾക്ക് ഒരു കുറവും വേണ്ടടി. അലമാരിന്ന് 500 രൂപ എടുത്തങ്ങ് കൊടുത്തേരടി. ഓ, ഞാൻ എടുത്ത് കൊടുത്തേക്കാം. എന്നോട് കിടന്ന് ചാടണ്ട. വലിയ ഒടിയട്ടെ. എന്റെ ഈശോയെ, എണ്ണി നോക്ക്. മനുഷ്യ, പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ടേ. ആ പാളോ. എടി ശാരദേ, നീ എന്താണ് എന്നെ എപ്പോഴും മനുഷ്യാന്ന് വിളിക്കുന്നേ? ആ, എപ്പോഴും മനുഷ്യാന്ന് വിളിച്ചാലേ ഞാൻ മനുഷ്യാന്ന് തോന്നൂ അല്ലേ? അതേ, പാമ്പിന്റെയും പന്നിയുടെയും കുട്ടിത്തേവാങ്കിന്റെയും കൂടൊക്കെയല്ലേ കിടപ്പ്. അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മനുഷ്യാന്ന് വിളിക്കുന്നത് നല്ലതാ. ഓ, പൈസ എടുത്ത് അലമാരി പൂട്ടിയോടി. ഓ, അലമാരി പൂട്ടുകയും ചെയ്തു, പൈസ എടുക്കുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. എന്റെ കർത്താവേ, അലമാരി എത്ര രൂപ എടുത്തടി? ആൾക്കാർ രൂപ എടുത്ത് കൊടുത്തത്? എടി പറയടി. എന്താ നിങ്ങക്ക് തലയ്ക്ക് സുഖമില്ലേ? നിങ്ങളല്ലേ പറഞ്ഞ 500 രൂപ എടുത്ത് കൊടുക്കാൻ? ഞാൻ പറഞ്ഞെന്നോ?
എന്റെ ടീച്ചറെ ഇത് പ്രേതത്തിന്റെ കളിയാ. ദേ, ഓ, ഇത് ഞാനാ. എടി എന്നെ വട്ടുപിടിപ്പിക്കാതെ കാര്യം തുറന്നു പറ. ആർക്കാടി നീ കാശ് എടുത്ത് കൊടുത്തേ? ഞാനൊരു 100 രൂപ ചോദിച്ചാൽ തരാൻ നിങ്ങക്ക് ബുദ്ധിമുട്ടാ. അവന്മാർക്ക് 500 1000 എത്ര വേണേലും റെഡിയല്ലേ? എടി ടീച്ചറെ, ആർക്ക് കാശ് കൊടുത്തത് ഞാൻ ചോദിച്ചേ. ദേ, പണിമല മാമച്ചനും കുന്നുംപുറ ശാരദ ടീച്ചറും നക്കിത്തരം ഒന്നും കാണിക്കണ്ട. 500 രൂപ അടുത്ത പ്രോഗ്രാം കഴിയുമ്പോൾ തിരിച്ചങ്ങോട്ട് തരാം. ആ പാളോ. ഗുഡ് ഈവനിങ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ചുരുങ്ങിയ കാലം കൊണ്ട് കേരളക്കരയാകെ പ്രശസ്തിയും അംഗീകാരവും നേടിയ മിമിക്സ് ആക്ഷൻ 500 ആരംഭിക്കുന്നു. വി വെൽക്കം ടു എൻജോയ് ദിസ് സൂപ്പർ കോമഡി ആക്ഷൻ ഷോ 1995. ഇതാ ഒരു സർക്കാർ ആസ്പത്രി. നമുക്ക് ഡോക്ടറുടെ കൺസൾട്ടിംഗ് റൂമിലേക്ക് പോകാം. നമ്മൾ നിന്നിട്ടേ എന്നാക്കുമ്പോ ശ്വാസം കിട്ടാനില്ല. ശ്വാസം വിട്ടാടേ ഇത്? എടോ ശ്വാസം വിട ഇത്ര ബലം പിടിച്ച് വെറുതെ അയ്യോ ബലം പിടിച്ച് ശ്വാസം വിടണ്ട. ശ്വാസം വിടണമെങ്കിലേ എത്ര മനോഹരമായി ശ്വാസം വിടുന്നു. അതേപോലെ നോട്ടെ. അങ്ങനെ മതിയല്ലേ? അങ്ങനെ മതി മതി. പിന്നെ ഇങ്ങനെ മൂക്ക് പിടിക്കുമ്പോ ഇവിടെ വേദന എടുക്കുക. എടാ ഈ മൂക്കിനെ പിടിക്കുമ്പോ താനത്തിനെ വെറുതെ ഇങ്ങനെ അയ്യോ ഇങ്ങനെ പിടിക്കേണ്ട കാര്യമില്ലട്ടാ. മൂക്കിനെ പിടിക്കുമ്പോ ഇങ്ങനെ പിടിച്ചാൽ മതി. എങ്ങനെ ഒന്ന് പിടിച്ചു നോക്കിയേ. ഇങ്ങനെ എന്റെ മൂക്കിനാണ് തന്നെ മൂക്കിനെ പിടിച്ചു നോക്കിയേ. അങ്ങനെ പിടിച്ചാൽ മതി അല്ലേ? പിന്നെ ഇങ്ങനെ ആക്കണോണ്ട് വല്ല വിരോധം ഉണ്ടാ? എന്തേ ഇങ്ങനെ ആക്കണോണ്ട് വല്ല വിരോധം ഉണ്ടാ? ഒരു വിരോധം ഇല്ല. വിരോധമില്ലല്ലോ. എന്നാലേ ഇങ്ങനെ കാട്ടണോണ്ട് ഒരു വിരോധം ഉണ്ടാ? ഇല്ലല്ല. ഞാൻ തരാം. ഡോക്ടറെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ അറിയാം ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല. എപ്പോഴും എനിക്കിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ തുപ്പുന്നൊരു അസുഖം തുപ്പി നാശോക്കും. ഞാൻ മനഃപൂർവ്വം ചെയ്യുന്നല്ല സാർ. മനഃപൂർവ്വം ചെയ്തല്ല. തന്റെ അസുഖം എനിക്ക് മനസ്സിലായി. എന്റെ അച്ഛനമ്മ ചോദിക്കും എന്താ മോനെ എപ്പോഴും ഇങ്ങനെ തുപ്പുന്നത്? മനസ്സിലായി തുപ്പണ മനസ്സിലായി. തന്നോട് ഒന്നും പറയണ്ട. തന്നെ ശരിക്കറിയാം. തന്റെ അസുഖം ഞാൻ മാറ്റിത്തരാം. തന്റെ കണ്ണുകളിലേക്ക് നോക്കൂ. നോക്കൂ. ഓ രാവിലെ ഭക്ഷണം കഴിച്ചേ. രാവിലെ ഭക്ഷണം കഴിച്ചേ. അയ്യേ ഇയാളെ പേരതൻ അനിയ ഓ കുരിശ്. അനി ഓ കുരിശ് മതി. അനി ഓ മടി. മടിയുടെ വീട് എവിടെയാണ്? ആ മുതുക്. ഓ മുതുകുളം. ആ മടി രാവിലെ എത്താ കഴിച്ചത്? പുട്ട. അതെന്താണ്? ഓ പുട്ട്. എത്ര കഴിച്ചു? 5 കഷ്ടം. അച്ചു കുച്ച. വേറൊന്നും കഴിച്ചില്ലേ? അയ്യോ ഓ പഴം. പുട്ടും ചെറുപഴം കോമ്പിനേഷൻ ആണല്ലോ. ഏത്തപ്പഴം. എത്ര കഴിച്ച്? 10. വേറൊന്നും കഴിച്ചില്ലേ? ഓ വാഴി പൊട്ട. വളരെ കുറച്ച് പോയി പണി. 10 കുറ്റി പുട്ടും 10 പൊട്ട 10 ഏത്തപ്പഴം. വളരെ കുറച്ച് പോയി പണിയുടെ അസുഖം ഞാൻ മാറ്റിത്തരാം. ഇരിക്കൂ. ഇഞ്ചക്ഷൻ ചെയ്തതിൽ പേടിയൊന്നുമില്ലല്ലോ. കൊച്ചുകുട്ടിയൊന്നുമില്ലല്ലോ. പണി പണി പാടിട്ടില്ല. അയ്യോ 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 എന്റെ ശബ്ദശീലായി ഡോക്ടറെ. എന്റെ ശബ്ദശീലായി. പറയൂ ഡോക്ടറെ. എന്തുകൊണ്ട് പറയൂ ഡോക്ടറെ. പറയൂ ഡോക്ടറെ. എന്തെങ്കിലും പറയൂ ഡോക്ടറെ. ഡോക്ടറെ അയ്യോ ഇതുവരെയുള്ള സംഭവങ്ങൾ ആര് കണ്ടാലും കുറ്റം പറയില്ലല്ലോ. നീ എന്ത് പറയുന്നു? 100ൽ 100 മാർക്ക് തരാനുള്ള വകുപ്പൊന്നും നീ ഇതുവരെ കാണിച്ചിട്ടില്ല. പിന്നെ സഹജമായ മണ്ടത്തരങ്ങൾ ജന്മനാല നിന്റെ കൂടെ തന്നെ ഉണ്ടല്ലോ. ജാത്യാലുള്ള തൂത്താ പോവില്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത്? പെണ്ണ് വീണിട്ടുണ്ട്. അത് നിന്റെ കഴിവുകൊണ്ടൊന്നല്ല, അവളുടെ കഴിവുകേട് കൊണ്ട്. എന്നാലും പ്രേമത്തിനൊരു പിരിമുറുക്കം വരുന്നില്ല. എന്താ ചെയ്യുക? അതൊരു പാട്ടിലൂടെ വർക്കൗട്ട് ചെയ്താലോ? നിനക്ക് പാടാൻ അറിയോ? പാടാൻ അറിയാവുന്നോ? ചേരി ചെന്ന് ചോദിച്ചു നോക്കണം. ഈ വക പാണ്ടിപ്പാട്ടൊന്നും പറ്റില്ല. ഇതൊന്നും ഇവിടെ ശരിയാവില്ല. തനി മലയാളം. എന്നാൽ പാടി ബോറടിപ്പിക്കാനും പാടില്ല. നമുക്ക് പഴമയിൽ തുടങ്ങി പുതുമയിൽ തീർക്കാം. മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. അതായത് പ്രേം നസീറും ജയപാട്ടിയും പോലെ, മമ്മൂട്ടിയും സുഹാസിനിയും പോലെ, മോഹൻലാലും ശോഭനയും പോലെ. അയ്യോ എന്തിന്? കുഞ്ചാക്കോ ബോബനും ശാലിനിയും പോലെ.
ഞാൻ വിചാരിച്ച പോലെ തന്നെ ആയി. കെട്ട് കഴിഞ്ഞാണ് മാല ഇടേണ്ടത്, അല്ലാതെ കെട്ടാൻ വരുമ്പോഴല്ല. എടേ കുമാര, നിന്റെ മോളുടെ കല്യാണം നടക്കുന്നതിന് 1 മണിക്കൂർ മുമ്പേ എന്റെ മോളുടെ കല്യാണം നടക്കണമെന്ന് എനിക്ക് വാശി ഉണ്ടായിരുന്നു. അത് നടന്നോടെ? നടന്നില്ലടേ. 1 മണിക്കൂറിന് മുമ്പ് അവർ അമ്പലത്തിൽ വെച്ച് താലി കെട്ടിയ ശേഷമാണ് രജിസ്റ്ററിൽ ഒപ്പിടാൻ ഇങ്ങോട്ട് വന്നത്. മാറിയില്ലേ? തൊട്ടാ 7 ആറ്റി കുളിക്കണം. ഞാനേ 1 മിനിറ്റ് ഇപ്പൊ വരാം. ഫ്രണ്ട്സ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് എന്തുണ്ടാ ഇവനെ കൊണ്ട് കെട്ടിയെടുത്തത്? അയാള് വരണോന്ന് പറഞ്ഞു. അയാൾ പറഞ്ഞ നീ കൊണ്ടുവരൂ, എനിക്ക് അതിനിടി വെച്ചിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിൽ നേരത്തെ നീ സംഗതി കൺഗ്രാചുലേഷൻ. ഇതാ പറഞ്ഞു തുക. ഇനി പന്ത് എന്റെ കയ്യിലാ. എനിക്ക് ആ പ്രഭാര പ്രഭു നടത്തിയിരണം. എന്നിട്ട് ഉറക്കെ വിളിച്ചു പറയണം, മാട്ടുപ്പള്ളി ചന്തയിലെ വെറും കൂലിയെ നിന്നെ കുറിച്ചും നിന്റെ കുടുംബമയെ കുറിച്ചും. ഇപ്പൊ തന്നെ വേണം. വേണം, അതാണ് എന്റെ പ്രതികാരം. ഇപ്പൊ തന്നെ. അയ്യോ, മണ്ടത്തരം കാണിക്കരുത്. ഇപ്പൊ പ്രതികാരം ചെയ്ത ഏക്കത്തില്ല. ആ പെണ്ണിന് ഒരു കേടുപാട് സംഭവിച്ചിട്ടില്ല. ഈ കാര്യം ഇപ്പൊ തന്നെ അറിയിച്ച എന്നെ അടിച്ചോടിച്ച് പെണ്ണിനെ മറ്റൊരുത്തനെ കെട്ടിച്ചു കൊടുക്കും. പിന്നെ എന്തോന്ന് പ്രതികാരം? അപ്പൊ പിന്നെ ഞാൻ എന്ത് ചെയ്യും? കാത്തിരിക്കണം. കാത്തിരിക്കേ? ആ പെണ്ണിന് നീ തെളിച്ചു പറ. പെണ്ണ് കുറച്ച് പുളിയും മാങ്ങും തിന്നുന്നത് വരെ. എങ്ങനെ? കൊച്ചലാപ്പി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കൂ. ഞാൻ പറയാം. ഇവൻ പറഞ്ഞതിന് കാര്യണ്ട്. പെണ്ണ് ഗർഭിണി ആയ പിന്നെ ജീവിതകാലം മുഴുവൻ ഈ കൂലിയുടെ കൂടെ പുറത്തോളും. നിങ്ങൾക്ക് പ്രതികാരമായി പെണ്ണിന്റെ ശാപേക്കത്തുമില്ല. ഓക്കെ? ഓക്കെ, സമ്മതിച്ചിരിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. ഇടപാടുകളൊക്കെ തീർന്നല്ലേ? ഇനി ചെറുക്കനെയും പെണ്ണിനെയും കൊണ്ട് വേഗം പുറപ്പെടാൻ നോക്കുണ്ണി കിട്ടാ. എങ്ങോട്ട്? ചെറുക്കന്റെ വീട്ടിലോട്ട്. അതല്ലേ നാട്ടു നടപ്പ്. അയ്യോ, അത് നടക്കോ? നടക്കണ്ട, കാറി പോയാ മതി. വാ വാ, നീ വാടേ മണ്ണുണ്ണി. അച്ഛാ, ഇന്ന് തന്നെ പോണോ? കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് പോയാ പോരെ? അതൊന്നും സാരമില്ലടേ. നിന്റെ അച്ഛൻ ഈ ബന്ധം അംഗീകരിക്കും. ഇതിപ്പോ ഒരു സന്ദർഭം വേറെ ഇല്ലടേ. കല്യാണം കഴിഞ്ഞ പെണ്ണിന്റെ കൈയും പിടിച്ച് വീട്ടിലോട്ട് കയറി ചെല്ലുമ്പോ തന്തയ്ക്ക് പറഞ്ഞ തന്തമാർക്കൊന്നും ആട്ടി പുറത്താക്കാൻ കഴിയില്ലടേ. അല്ല, നിങ്ങൾ കയറി ഒന്ന് ലോഹ്യമായി കഴിയുമ്പം ഞാൻ ഒന്ന് എത്തിക്കൊള്ളാം. മോളെ, നീ ആ വീട്ടിൽ ചെന്ന് കയറുമ്പം ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ഒന്നും വിട്ടുകൊടുക്കരുത്. എടേ, അവിടെ കിടന്ന് ക്വാന അടിക്കാതെ രാവികാലത്തിന് പുറപ്പെട്ടിട്ട് വരി. അല്ല, നമ്മളെങ്ങോട്ടേ പോണത്? ഞാനും അതാ ആലോചിക്കുന്നത്. നമുക്ക് എങ്ങോട്ടെങ്കിലും മുങ്ങിയാലോ? എനിക്ക് അച്ഛന്റെ മുമ്പിൽ ചെല്ലാൻ ഒരു പേടി. എന്തായാലും എല്ലാം ഒരിക്കലും അറിയും. എന്നാലത് ഇന്ന് തന്നെ ആയിക്കോട്ടെ. നമുക്ക് അച്ഛന്റെ അടുത്തേക്ക് തന്നെ പോവാം. അയ്യോ, വീട്ടിൽ പോകാൻ പറ്റില്ല. എന്റെ തല വിട്ടും. അതിന് തെറ്റ് ചെയ്തത് ഞങ്ങളല്ലേ? കൂട്ടി നിന്നത് ഞാനല്ലേ? ഇവള് പറയുന്നതിലും കാര്യമുണ്ട്. നീ വീട്ടിലോട്ട് വണ്ടി വിട്. രണ്ടിലൊന്നും അറിയണം. എന്തൊക്കെ പറഞ്ഞാലും ശരി, വീട്ടിൽ പോകാൻ പറ്റില്ല. കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ കൈകാര്യം ചെയ്യാം. നീ വണ്ടി വിട്. എനിക്ക് പറ്റില്ല. ഡ്രൈവർ, ബാലേട്ടൻ പറയണത് കേട്ടാ മതി. വണ്ടി എടുക്കാൻ. നീ വണ്ടി ഇടറേ. എന്താ പരിപാടി? നീഞ്ഞൊന്ന് ഇത് പിടി. ഓ, ഞാൻ നിന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്നു. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നു. എന്നെ അവര് പിടിച്ചു പുറത്താക്കുന്നു. കല്യാണം കഴിച്ചുകൊണ്ടാണ് അവര് പുറത്താക്കുന്നതെന്ന് കാറിലിരിക്കുന്ന ലക്ഷ്മി മനസ്സിലാക്കുന്നു. മൊത്തത്തിലൊരു കളി, അത്രേ ഉള്ളൂ. ഇതൊക്കെ ശരിയാവോ? എനിക്ക് പേടിയാവോ? ഇതുമാതിരിയുള്ള ചുറ്റിക്കളിക്ക് നീ കുറച്ചുകൂടി തന്റെ ഇടം കാണിക്കണം. നീ കാറിലിരി, ഞാനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പെണ്ണ് പൂമാല. ദൈവമേ, കൊച്ചുമൈലാലയുടെ കല്യാണം കഴിഞ്ഞു. നമ്മുടെ ഉണ്ണിക്കുട്ട കുഞ്ഞിന്റെ കല്യാണം കഴിഞ്ഞു. പെണ്ണും പൂമാലൊക്കെ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഒരു കാര്യം പറയണ്ട. ഒന്നും പറയണ്ട. എന്നെ അറിയിക്കാതെ കല്യാണം കഴിച്ച് പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ അവനങ്ങനെ ധൈര്യം വന്നു. ഓ, അത് ശരി. ഉണ്ണിയുടെ കല്യാണം കഴിഞ്ഞെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു പെണ്ണിനെയും കെട്ടി വീട്ടിൽ വരുമ്പോ ഇങ്ങനെ ഞഞ്ഞാ മുഞ്ഞ വർത്താനം പറഞ്ഞാൽ എങ്ങനെ? ഒരു തീരുമാനം ഉണ്ടാക്കാൻ ഞാൻ പോവില്ല. ഇല്ലേ? ഇല്ല. അയ്യോ, തീരുമാനമെടുക്കാൻ നീ ആരാടാ? ഒടാ വെളിയിൽ. എന്റെ മോനോടൊപ്പം ഈ പടി കയറാമെന്ന് നീ ഒരിക്കലും വിചാരിക്കുന്നടി. അഭിമാനമുള്ളവനാ മാട്ടുപ്പെട്ടി മഹാദേവന്റെ മകൻ. നോക്കിക്കോ, ഈ നാട്ടിൽ കൂലിയായിട്ട് നടന്ന് നിങ്ങളെ നാട്ടിക്കും. വല്ല ചേരിയിലും പോയി താമസിക്കും. എങ്ങനെ ജീവിച്ചാലും എനിക്കൊരു പ്രശ്നമല്ല. എന്റെ മോൻ ഇതോടെ മരിച്ചു കഴിഞ്ഞു. ഇറങ്ങി പോടാ വെളിയിൽ. ഞങ്ങൾ പോകും, പിന്നെ തിരിച്ചു വിളിക്കരുത്. പോകാൻ. വണ്ടിയിലോട്ട് കയറിയട്ടെ. അച്ഛൻ ഇത്രയ്ക്ക് ചൂടാവാൻ എന്താ കാര്യം? നീ ഒന്നും കേട്ടില്ലേ? എനിക്കൊന്നും മനസ്സിലായില്ല. ഒന്നും മനസ്സിലായില്ലേ? അത് നന്നായി. നീ വണ്ടി ചേരിയിലോട്ട് വിട്, ഞാൻ കാണിച്ചുതരാം. വാശിയെങ്കി വാശി. രക്തമായി പോയില്ലേ? ആരാത്? ചേരിയിലെ ഏതെങ്കിലും നുണയന്മാരായിരിക്കും.
മോളി ഇവിടെ ഇരുന്നാ മതി, അങ്ങോട്ട് വരണ്ട. ഞാൻ പോയി നോക്കിച്ചു വരാം. നീ എന്താ ഈ പാതിരാത്രിക്ക്? ഞാൻ പിന്നെ എങ്ങോട്ട് പോവും? നീയൊക്കെ കൂടി ഒലത്തി എന്റെ വീട്ടിൽ ചെന്ന് ഓതിയത് എന്റെ കല്യാണം കഴിഞ്ഞാണല്ലോ. എന്നൊന്ന് കാണാൻ കൂട്ടാക്കാതെ, ഞാൻ പറഞ്ഞത് കേൾക്കാൻ നിൽക്കാതെ എന്റെ വീട്ടിൽ തന്നെ പുറത്താക്കി. ഓ, എപ്പോ? തമാശിക്കല്ലേ? പതുക്കെ, ലക്ഷ്മി കേൾക്കും. ലക്ഷ്മി കേക്കട്ടാ. ഞാൻ ഈ കഥ ഒന്ന് ചാരി. വീടും കൂടില്ലാത്ത എനിക്കിനി ഒന്നും നോക്കാനില്ല. പതുക്കെ, ഞാനിപ്പോ പതുക്കെ. വിളിച്ചു പറയും നീ മഹാദേവന്റെ മകനല്ലാന്ന്. ചേരി ചെന്താമര അതും പറയും നീ എന്നെ വരട്ടാൻ നോക്കണ്ട ലക്ഷ്മി. ഉപദ്രവിക്കാതെ, ഇന്നെന്റെ ആദ്യ രാത്രിയാണ്. എന്റെ കാളരാത്രിയാണ്. നീ ഒന്ന് സമാധാനിക്ക്, നമുക്കെല്ലാം ശരിയാക്കാം. എങ്ങനെ ശരിയാക്കാം? ഞാൻ പ്രാർത്ഥിക്കണം. ലക്ഷ്മി നീ ഇത് എവിടെ കയറി പോന്നു? ആരോ വരുന്നുണ്ടല്ലോ. കണ്ട, പ്രാർത്ഥിച്ച ഫലം ഉണ്ടാവും. മച്ചാനെ പോയി എവിടെയെങ്കിലും രക്ഷപ്പെട്ടു, ബാക്കിയാണ് ഞാൻ ഏറ്റ്. അങ്ങോട്ട് എവിടെ പോന്നു? രക്ഷപ്പെടാം. അവിടെ ഫസ്റ്റ് നൈറ്റ് നടക്കല്ലോ, വേറെ എവിടെയെങ്കിലും പോയി രക്ഷപ്പെടും. മച്ചാനെ അവന് നിന്നെ മനസ്സിലായിട്ടില്ല, പോയി രക്ഷപ്പെട്ടോ. രാജപ്പനെ ഓടിക്കരുത്, ഞാൻ സ്പീഡ് കൂട്ടും. അയ്യോ അമ്മേ. നമ്മുടെ ഡ്രൈവറാ, ഇത് അവന്റെ വീടാ. പൊതുകടിയുണ്ടോ, സുഖമാണോ എന്നൊക്കെ അന്വേഷിക്കാൻ വേണ്ടി വന്നാ. പാവം. അയാളെന്തിനാ ഓടുന്നു? എന്തോ അത്യാവശ്യം ഉണ്ടെന്ന് പറഞ്ഞു. കൂടെ ഒരാൾ ഓടുന്നുണ്ടല്ലോ. അയാൾക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം കാണും. ചേരി പ്രദേശമല്ലേ, നീ വാ. ഡേയ്, ഇപ്പൊ ചാടി കയറി പറഞ്ഞിരുന്നെങ്കിൽ എന്തായനെ? ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ പറയാം, നീ അതുപോലെ അങ്ങ് ചെയ്താ മതി. എനിക്ക് ലക്ഷ്മി ഒന്ന് കാണണം. ആരെങ്കിലും കാണും. കാണട്ടെ. ഈ വീട്ടിൽ ഈ വക കാര്യങ്ങളൊന്നും വേണ്ട, മറ്റുള്ളവർ തെറ്റിദ്ധരിക്കും. തെറ്റിദ്ധരിക്കട്ടെ. ഒരു കാരണവുമില്ല. വേണ്ട പോട്ടാ. അപ്പൊ അതാര്? ഏത്? അടി 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 അടി. പാലിട്ട. ആ കാഴ്ച പോയതാ, കാഴ്ച പോയതാ. ആ കാഴ്ചല്ല, കരട് പോയതാ. ഇത്രയുള്ള ഒരു കരട്. ഇത്ര ഉള്ള കരടോ? ഇത്രയില്ല, ഇത്രയും. ഇത്രയോ? ഇത്രയും, അതിൽ കുറയില്ല. അതിനും കുറയില്ല, മനസ്സിലായി. ചോദിച്ചു പിന്നെ കുത്തി കുത്തി ചോദിച്ചു. പെണ്ണുങ്ങളെ അവന്റെ ഈ കരടെടുപ്പ് അത്ര ശരിയല്ലല്ലോ. മച്ചാനെ, എനിക്ക് ഉറക്കം വന്നിട്ട് നിൽക്കാൻ പറ്റണില്ല. അങ്ങോട്ടാണെങ്കിൽ പോകാനും പറ്റാത്ത അവസ്ഥ. ഞാൻ അവിടെ ചെന്ന് എന്നെ പിടിച്ച് നിന്റെ ഭാര്യയുടെ റൂമിലാക്കും. ഒന്നുകളെ നിന്നെ ഞാൻ. ആ നീ ഇത് പറയണം, ഞാനത് കേൾക്കാൻ വേണം. നമുക്കൊരു കാര്യം ചെയ്യാം. ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ നമുക്ക് ഒരുമിച്ച് പോകാം. എന്നിട്ട് എന്നെ റൂമിലാക്കിയിട്ട് നീ വിളിച്ചാ വിളിയേക്കുന്ന എവിടെയെങ്കിലും പതുങ്ങിക്കിടന്നുറങ്ങിക്കോ. ഇതിനൊക്കെ തിരിച്ച് സഹായം ചെയ്യാടേ. പറഞ്ഞാ പോരാ, ചെയ്യണം. ചെയ്യാന്നല്ലേ പറഞ്ഞത്? നീ വാ. നീ എന്തിനകത്തോട്ട് വന്നു? തെണ്ടി വന്നത് കണ്ടില്ല. ലക്ഷ്മി ഇവിടെ. എന്തിയേ? ലക്ഷ്മി, ലക്ഷ്മി. ഞാൻ കുളിക്കാ. ഓ, സമാധാനമായി. അവള് കുളിക്കോ. നീ പൊയ്ക്കോ, നീ പൊയ്ക്കോ. എന്താ പിന്നെന്താ ഇവിടെ? അല്ല, ഡ്രൈവർ ഡ്രൈവർ അകത്ത് ബൾബ് ഫീസായി, അത് നേരെ. ബൾബോ? എന്റെ കുഞ്ഞ് വളയം പിടിക്കുന്നവനെയൊക്കെ കൊണ്ടാണോ ബൾബ് മാറ്റിയിരിക്കുന്നത്? അതൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്താ 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 എന്താ? ബൾബ് മാറ്റിയിടാനൊക്കെ ഇവിടെ വേറെ ആളുണ്ടെന്ന് പറയുമായിരുന്നു. ബൾബ്? അല്ല, എന്താ മൂന്നാളും കൂടെ ഇവിടെ? നിനക്ക് ഉറങ്ങാറായില്ലേ? ഞാനൊരു കാര്യം ചോദിക്കണം വിചാരിച്ചു, പെട്ടെന്ന് അങ്ങ് മറന്നു. അതൊക്കെ നാളെ രാവിലെ ഓർത്തെടുക്കാം. ഇപ്പൊ ചെന്നാട്ടെ. കുഞ്ഞെന്താ ഇന്ന് കാണിച്ചിരിക്കുന്നത്? അകത്തോട്ട് കയറി ചെന്നാട്ടെ. നീ എന്ത് നോക്കി നിൽക്കാടാ അവിടെ? അല്ല, ഞാൻ കുഞ്ഞകത്തോട്ട് കയറുന്നത് നോക്കുമായിരുന്നു. ചെല്ല്. ഓ, ചെല്ലടാ. മോനെ, നിനക്ക് ഇതൊന്ന് കുറ്റിയിട്ടൂടെ? അമ്മ അകത്ത് ഭയങ്കര ചൂട് കാരണം ഞാൻ കുറ്റിയിട്ടിട്ട് കിടന്നാ മതി. ചെല്ല. താനെന്താ ഇവിടെ? ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ്.
എന്താ എന്താടാ എന്താ എന്ത് പറ്റി? അവനിവിടെ പറഞ്ഞു വിടണം. അവന്റെ സ്വഭാവം ശരിയല്ല. നീ തെളിച്ചു പറ. ഞാൻ കുളി കഴിഞ്ഞ് വരുമ്പോ അവൻ ഈ കഥ അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് ആ ദേഷ്യത്തിന് ഞാൻ ഒറ്റ അടി കൊടുത്തു. നല്ല പണിയാ നീ കാണിച്ചത്. പിന്നെ അവൻ എന്തിനാ ഈ കുറ്റിയിട്ടത്? ഈ കുറ്റി വീഴാഞ്ഞിട്ട് അത് ശരിയാക്കാൻ ഞാൻ അവനോട് പറഞ്ഞതല്ലേ? അയ്യോ, ഞാൻ ചെന്നൊന്ന് മാപ്പ് പറഞ്ഞിട്ട് വരാം. വേണ്ട, ഞാൻ നാളെ പറഞ്ഞോളാം. ഇപ്പൊ പറഞ്ഞില്ലെങ്കിൽ എല്ലാം കൂടെ പ്രശ്നമാവും. ഉണ്ണികൃഷ്ണ, ഞാൻ അറിയില്ലെന്ന് വിചാരിച്ചോ? എന്ത്? ബാലേട്ടന് ഇവിടെ എല്ലാരും ഉണ്ണിന്നാ വിളിക്കല്ലേ? ചില ആൾക്കാർക്ക് അങ്ങനെ 2 പേര് കാണും. മാപ്പിനി നാളെ പറയാം. കൊച്ചമേ കൊച്ചമേ, എന്താടാ? നമ്മുടെ കൊച്ചു മുതലാളി തറയെ കിടന്നുറങ്ങുന്നു. തറയല്ലോ? ആ തറയല്ലേ, ഞാൻ കണ്ടതാ. കൊച്ചമേ ഇങ്ങോട്ട് വന്നേ, എനിക്ക് എന്തൊക്കെയോ സംശയങ്ങളുണ്ട്. ഏയ് ഏയ്, എന്താ? വാതിലിന്റെ കുറ്റി ശരിയാക്കാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അത് സാരില്ല. തെറ്റ് ചെയ്തത് ഞാനല്ലേ? അതുകൊണ്ടല്ലേ എന്നോട് പിണങ്ങി ഇവിടെ വന്ന് കിടന്നത്. ക്ഷമിച്ചു എന്ന് പറയാതെ ഞാൻ പോവില്ല. ക്ഷമിച്ചു. എടാ മണ്ട, അവൻ അവളോട് പിണങ്ങി വന്ന് കിടന്നതാ. അതെന്തിനാ രാത്രി പിണങ്ങിയത്? ഭാര്യയും ഭർത്താവുമായ പല കാര്യത്തിനും പിണങ്ങും. അതന്വേഷിച്ച് തല ഉണ്ടാക്കണ്ട. നീ നിന്റെ ജോലി പോയി നോക്ക്. ചുമട്ടു തൊഴിലാളികൾക്ക് ക്ഷേമനിധി വർദ്ധിപ്പിക്കും. ഇത് കുറെ കാലമായമാര് പറയാൻ തുടങ്ങിയിട്ട് ഒരു പുല്ലും നടക്കൂല. നീ വായിച്ചേ. അതിപ്പോ കൂട്ടിയാലും ഇല്ലെങ്കിലും നിനക്കെന്താ ഈ ടെൻഷൻ? എനിക്ക് ടെൻഷൻ ഒന്നുമില്ല, എന്നാലും അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ ഓരോ പ്രശ്നങ്ങള്. ചേട്ടാ, ഇത് ചായ. ഈ സമയത്ത് എക്സസൈസ് ചായ. ബാലകൃഷ്ണ, എന്തോ? ആ വണ്ടി ഒന്ന് കഴുകിയിട്. ഓ, മച്ചാനെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്താ? ഒന്നും പറയണ്ട, ഈ പണിയോടെ ഞാൻ ചെയ്യാം. എന്താണ് നോക്കിക്കുന്നത്? വണ്ടി അങ്ങോട്ട് കഴിയടാ. ലക്ഷ്മി ലക്ഷ്മി, അവിടെ അങ്ങോട്ട് കഴിയേ, നല്ലോണം കഴിയേ. മച്ചാനെ, ഞാൻ നിനക്ക് വേണ്ടി ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടില്ലേ? ഉണ്ട്. ഇപ്പൊ തിരിച്ച് എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യണം. ചെയ്യാം. ചെന്താമരയുടെ കാര്യം അച്ഛനോട് പറയാൻ എനിക്കൊരു വഴി പറഞ്ഞു തരണം. ഈ വഴി നേരെ പോയാ പെരുവഴി എത്തും. ഈ സഹായം ഒഴിച്ച് വേറെ എന്ത് വേണമെങ്കിലും എന്നോട് ചോദിച്ചു. അത് ശരി, ഇപ്പൊ കാല് മാറാണല്ലേ? ഒരു കാര്യം ചെയ്യാം, എല്ലാം തുറന്നു പറയാം. അതറിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അച്ഛന്റെ പ്രതികരണം എന്തായിരിക്കും നീ ആലോചിച്ചിട്ടുണ്ടോ? ഉണ്ട്. അച്ഛന്റെ അല്ല, ലക്ഷ്മിയുടെ. ഇനിയും നീ എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ എല്ലാ കാര്യം ലക്ഷ്മിയോട് തുറന്നു പറയും. മണ്ടത്തരം കാണിക്കാതെ. പിന്നെ എന്താ ചെയ്യാം? എടാ, അച്ഛന്റെ അമ്മയുടെ മുമ്പിൽ നിന്റെ കല്യാണം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി നീ ആരെ കെട്ടിയാലും ഒരു കുഴപ്പമില്ല. എന്ന് പറഞ്ഞാ രഹസ്യമായിട്ട് കല്യാണം കഴിച്ച് ചെന്താമരെ ഈ വീട്ടിലോട്ട് കയറ്റണം. എങ്ങനെ? എന്റെ ഭാര്യയായിട്ട്. പിടിക്കോ? ഏയ്, ഞാൻ അത്രക്കാരനല്ല. അതല്ല അച്ഛൻ. നിന്റെ അച്ഛൻ അത്രയ്ക്ക് വൃത്തികെട്ടാണോ? തമാശ കളിക്കരുത്. അച്ഛനെ കള്ളക്കളി കണ്ടുപിടിക്കുമെന്ന്. പിടികൊടുക്കാൻ നോക്കാം. പിന്നെ പിടിച്ചാൽ തന്നെ ലക്ഷ്മിയെ മരുമകളായി സ്വീകരിക്കാൻ മനസ്സ് കാണിച്ച നിന്റെ അച്ഛൻ ചെന്താമരെ അംഗീകരിച്ചോളാം. ബാക്കിയെല്ലാം നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാടാ. മുന്നിലിരുത്തിക്കൊണ്ട് പറയല്ല, ഉണ്ണികൃഷ്ണൻ നല്ലവന്. ചെന്താമരെ പൊന്നുപോലെ നോക്കിക്കൊള്ളു. ഈ കാശുകാരുമായിട്ടുള്ള ബന്ധമൊന്നും ശരിയാകത്തില്ല. ഇത്രയും കാശുള്ള ഒരു ചെക്കൻ ചെന്താമരെ കല്യാണം കഴിക്കുന്നു പറയുന്നത് തന്നെ നമുക്കൊരു വിലയില്ലേ? എന്നാലും മഹാദേവൻ മുതലാളി, പുള്ളിക്ക് ഇതെല്ലാം അറിയാവുന്ന. ചമ്മല് കാരണം കല്യാണത്തിന് ഇങ്ങോട്ട് വരികയോ സംസാരിക്കുകയോ ഇല്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിരിക്കല്ലേ. കല്യാണം കഴിഞ്ഞ് കുട്ടിയും കുട്ടി അങ്ങോട്ട് എന്നാൽ അവര് സ്വീകരിച്ചോളും. എല്ലാം ചെന്താമരയുടെ ഭാഗ്യം. എന്നാലും ഒരെന്നാലും ഇല്ല, ഇതങ്ങോട്ട് ഉറപ്പിച്ചു. മച്ചാൻ പറഞ്ഞാൽ ഞങ്ങൾ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ. എങ്കിൽ ഈ വീട്ടിന്റെ മുമ്പിൽ വെച്ച് ഈ കല്യാണം അടിപൊളിയായിട്ടങ്ങ് നടത്തും. ലിസ്റ്റ് പോടാ. அந்த ஆளு சொல்லும்போது கூட சொல்றது 2. ആള് ചൊല്ലുമ്പോ കൂടെ ചൊല്ലെന്ന് വെച്ചാ? മൈക്ക് அந்த வாழைப்பிண்டி லைட் 8. ട്യൂബ് ലൈറ്റ്. அப்புறம் அந்த மின்னா மின்னி லைட் இல்லையா, அது 2 ഡജൻ போடு. ഈ കത്തയെ അണയം ചെയ്യുന്ന സ്റ്റീരിയൽ ലൈറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചുള്ള കല്യാണം ഈ ചേരിയിൽ ആദ്യ. നീ ഭാഗ്യവാനാടാ ഉണ്ണികൃഷ്ണ. ഇവിടെ നിക്ക. എടാ, ഇന്ന് നിന്റെ കല്യാണമാണ്, നമുക്ക് പോവണ്ടേ? അച്ഛന്റെ അനുഗ്രഹം വാങ്ങാതെ ഞാൻ വരില്ല. എങ്കിലൊരു കാര്യം ചെയ്യ്,
കുറച്ച് വെറ്റിലേയും പാക്കുവായിട്ട് എന്ന് എല്ലാ വിവരങ്ങളും തുറന്നു പറഞ്ഞ് അനുഗ്രഹം വാങ്ങിച്ചിട്ട് വാ. അല്ല പിന്നെ കല്യാണം അച്ഛൻ അറിയണ്ട, പക്ഷെ അനുഗ്രഹം വാങ്ങണ്ടേ, അല്ലെങ്കിൽ എനിക്ക് ശാപം കിട്ടും. എടാ നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. വാ, എങ്ങനെ? നീ ആദ്യം വാ. ചെല്ലടാ. എന്താ ഇത്? എന്ത് പറ്റിയടാ? പെട്ടെന്ന് എന്താ രണ്ടുപേർക്കും ഒരു പരുങ്ങല്? അച്ഛാ, ഇന്നവന്റെ കല്യാണ. കല്യാണമോ? ഒന്നുമല്ലല്ലോ ഇത്രയും സ്വാതന്ത്ര്യവും എന്റെ മകന്റെ കൂട്ടുകാരനെന്ന് അംഗീകാരവും ഞാൻ നിനക്ക് തന്നിട്ടും നീ എന്താ എന്നോട് പറയാഞ്ഞേ? എന്നെ എന്താ ക്ഷണിക്കാഞ്ഞേ? ഞങ്ങളൊക്കെ പാവങ്ങളല്ലേ. സാറൊക്കെ ഞങ്ങളുടെ കല്യാണത്തിന്, അതും ചേരിയില്, അവിടെ ഒന്നും സാറിന് വരാൻ പറ്റിയ സ്ഥലങ്ങളല്ല. ഞങ്ങൾ ഇറങ്ങട്ടെ. നന്നായിരിക്കട്ടെ. രക്ഷപ്പെട്ടു. ഇല്ല, എത്ര ദിവസമായടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട്? നീ ഇതുവരെ ഇവിടെ ഒന്ന് പുറത്ത് കൊണ്ടുപോയിട്ടുണ്ടോ? അവൾക്ക് കല്യാണത്തിന് വരണമെന്നുണ്ട്. അയ്യോ, ഇനി ഒരുങ്ങി വരുമ്പോഴേക്കും ഒരുപാട് സമയാവില്ലേ? ഞാൻ ഒരുങ്ങി തന്നെയാ നിൽക്കുന്നത്. എന്നാ പിന്നെ വന്നോട്ടെ അല്ലേ? ആ, എല്ലാം അറിയാലോ, അതനുസരിച്ച് പെരുമാറണം. എന്താ ഒരു രഹസ്യം? അച്ഛന്റെ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണമെന്ന് പറയായിരുന്നു. വാ വാ വാ. കല്യാണം കഴിഞ്ഞ് അവളെയും കൂട്ടി നേരെ ഇങ്ങി പോന്നോ? അമ്മയ്ക്കും എനിക്കും അടുക്കളയിൽ ഒരു കൂട്ടാവട്ടെ എന്ന് കരുതി ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നതാ. അതേതായാലും നന്നായി. ഗോമതി അമ്മേ, ആ. അവളെയും കൂട്ടി അകത്തേക്ക് പോ. രാമോ, നന്നായി വരും. ആഹാ, മോള് മാറ്. ഇനി അടുക്കള കാര്യങ്ങളൊക്കെ ഇവള് നോക്കിക്കോളും. വന്ന് കയറിയതല്ലേ ഉള്ളൂ, എല്ലാം ഒന്ന് ശീലാവട്ടെ. ഞാൻ ചെയ്തോളാം ചേച്ചി. വേഗം ആയിക്കോട്ടെ. ഉണ്ണിക്ക് എവിടെയാ പോണെന്ന് പറഞ്ഞ കേട്ടു. എവിടെ? അവന്റെ കാര്യല്ലേ, ഒരു പോക്കും വരവും. എന്താ മോനെ? ഒന്നും. അമ്മ, ആ പെണ്ണെങ്ങനുണ്ട്? പെണ്ണോ? ഡ്രൈവറുടെ ഭാര്യ. അടുക്കളപ്പണിയൊക്കെ അറിയാൻ തോന്നുന്നു. പിന്നെ കുറച്ച് വൃത്തിയും മെനയൊക്കെ ഉള്ള കൂട്ടത്തിലാ. ആ തെണ്ടി നല്ല ഉറക്കോ. അതെ, എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്നാ തോന്നുന്നു. നീ പൊയ്ക്കോ. ആരെയും കണ്ട? ദൈവമേ, എനിക്ക് ആകെ പേടിയാവണം. ഏയ്, എനിക്ക് കല്യാണത്തിന് മുമ്പായിരുന്നു പേടി. കല്യാണം കഴിഞ്ഞപ്പോ പേടി ഒന്നും കൂടി കൂടി. അവസാനം ഏറുകൊണ്ട പട്ടിയെ പോലെ. ഞാനാ ബാലകൃഷ്ണൻ. എനിക്ക് തുറക്കണം. എന്താ? എന്ത് പറ്റിയടാ? മോങ്ങാതെ പറ. എങ്ങനെ പോയി? എന്ത്? ഇതിനെങ്ങോട്ട് തോറ്റു. നിന്ന് മോങ്ങാതെടാ. വന്ന് തുറക്കാൻ. ലക്ഷ്മിയെ കാണാൻ പുറത്തിറങ്ങി വന്നാൽ എന്ത് ചെയ്യും? എന്താ ബാലകൃഷ്ണൻ? ആരോ ഒരുത്തൻ ജനാലയിൽ വന്ന് എത്തി നോക്കി. ഞാൻ ജനാല ശക്തിയായി തുറന്നു. അയാൾ താഴെ വീണു. അയ്യോ, ഇതെന്ത് പറ്റി? മൂക്കിന് രക്തം വരുന്നുണ്ടല്ലോ. ആ, അപ്പൊ താനായിരുന്നു ജനാലയ്ക്കല്. ഞാൻ വിചാരിച്ചേതോ കള്ളനായിരിക്കും. അല്ല സാറേ, ഇയാൾ കല്യാണം കഴിച്ചാന്നു? അല്ല. അപ്പൊ അത് തന്നെ, ജനലിൽ കൂടെ ഒളിഞ്ഞു നോക്കി. ഫസ്റ്റ് നൈറ്റ് ഒക്കെ അല്ലേ? ബാലകൃഷ്ണ കിടന്നു. ഓരോരുത്തന്മാരുടെ കാര്യം. ഇനി കുറച്ച് ദിവസത്തേക്ക് ഉണ്ണികൃഷ്ണ അവിടെ ഇനി കുറച്ച് ദിവസത്തേക്ക് അവന്റെ ശല്യമേ കാണത്തില്ല. എനിക്ക് നേരത്തെ സംശയമുണ്ട് ഇവന്റെ കാര്യത്തില്. പോയി കിടന്നുറങ്ങടാ. പോകാൻ. പോരെ. ആരായിരിക്കും? ആരാന്ന് ചോദിച്ചേ. ആരാ? ഞാൻ ലക്ഷ്മിയാ. രണ്ടുപേരും കൂടി ഒരുമിച്ച് നീങ്ങുന്നു. നീ വാ. ലക്ഷ്മി എന്താ ഇവിടെ? ബാലേട്ടൻ എന്താ ഇവിടെ? ഞാൻ ഒരു കള്ളനെ പിടിക്കാൻ വേണ്ടി വന്നു. കള്ളനോ? ആ, കല്യാണം കഴിക്കാത്ത ഒരു കള്ളൻ. എന്തോന്ന്? ആ, അതിന്റെ ഏനക്കേട്. ഇതൊന്നും പറയാൻ നിനക്ക് മനസ്സിലാവത്തില്ല. നീ വന്നേ, നീ വന്നേ.
നീ ഇതുവരെ പോയില്ലേ? ഞാൻ ജനല് തുറന്നിടണ അടയ്ക്കണ. പോടാ. സന്തോഷായില്ലേ? മനസ്സിലായില്ല. നീ എന്താണ് പറയുന്നത്? അപ്പൊ ഞാൻ ഊഹിച്ചത് ശരി തന്നെ. അച്ഛാ, ഞാൻ ഇന്നലെ തൊട്ട് ശ്രദ്ധിക്കാൻ തുടങ്ങിയതാ. എടാ, ഭാര്യ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കിട്ടില്ല, അതിന് കല്യാണം കഴിക്കണം. അച്ഛാ, ഇവന് ഉടനെ ഒരു കല്യാണം വേണമെന്നാ പറയണത്. അയ്യേ, വൃത്തികേട് പറയില്ലേ. ഭാര്യ വേണമെന്ന് കണ്ടു, കുറച്ചു നോക്കിയപ്പോ കണ്ടു. മേലാലത്തിലും വൃത്തികേടുകൾ കാണിച്ചാലുണ്ടല്ലോ അടിച്ചതിന്റെ എല്ലാവരും ഇത്രയും പ്രായമായിട്ടും കല്യാണം കഴിക്കാത്തതിന്റെ പ്രശ്നങ്ങൾ അച്ഛതൊക്കെ. കുറെ കാലമായില്ലേ അവൻ ഇവിടെ നിന്ന് തുടങ്ങിയിട്ട്. അല്ലെങ്കിൽ ഇന്നലത്തോടെ ഞാൻ അവനെ പറഞ്ഞയക്കുമായിരുന്നു. ഒന്നും പറയണ്ട, സമയാകുമ്പോ ഞാൻ തന്നെ അച്ഛനോട് പറഞ്ഞ് കെട്ടിച്ച് തരാട്ട. മച്ചാ എവിടെടാ? എന്തിനാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഉപകാരം ചെയ്യണം. കുറച്ചു നേരത്തേക്ക് ഈ വീട് എന്റെ വീടാക്കണം, നിന്റെ അച്ഛനെ എന്റെ അച്ഛനും ആക്കണം. ഇത് രണ്ടും ഇഞ്ഞൊരു തെണ്ടിക്ക് കൊടുക്കുന്ന പ്രശ്നമില്ല. ഇനി ആരെന്ത് തലകുണ കേസ് പറഞ്ഞാലും എന്റെ അച്ഛനെ തൊട്ട് കളിക്കാൻ സമ്മതിക്കില്ല. ആ, എന്റെ അച്ഛനെ വാടകയ്ക്ക് ചോദിച്ചു വന്നിരിക്ക. അച്ഛനെ, നിന്നെ എവിടെയെല്ലാം തിരക്കിയതറിയോടാ? ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്റെ അടുത്ത് ആരുടെ പറഞ്ഞത്? അറ്റ കൈക്ക് ഒരു ശ്രമം നടത്തി നോക്കിയതാ. എനിക്ക് അത്യാവശ്യമായിട്ട് നീ ഒരു ഉപകാരം ചെയ്യണോടാ. കേട്ടാ ഞെട്ടാത്ത എന്ത് ഉപകാരവും നിനക്ക് ചോദിക്കാം. പ്രഭാര പ്രഭു ഇങ്ങോട്ട് തിരിച്ചിട്ടുണ്ടോ? അയാൾ ഇങ്ങോട്ട് വരുന്നത്? എന്റെ അച്ഛൻ മാട്ടുപ്പെട്ടി മഹാദേവനെന്നാ ഞാൻ അയാളോട് പറഞ്ഞത്. നിനക്ക് പറ, ഈ ലോകത്ത് വേറൊരു അച്ഛനെ കിട്ടിയില്ലടാ. അന്ന് അറിയാതെ അങ്ങനെ പറഞ്ഞുപോയി. ഇനിയിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ പ്രഭു 2-3 മണിക്കൂറുകളിൽ ഇവിടെ എത്തും. അയാളോട് വരുമ്പോ ഞാനും പാർവതി എന്തായാലും ഇവിടെ ഉണ്ടാവണം. അത് നടക്കില്ല. അത് നടക്കില്ല. നടക്കില്ല, വേണ്ട. അതോട് നിന്റെ ജീവിതം, എന്റെ ജീവിതം, ഇവന്റെ ജീവിതം 3 തകർന്ന് കൊഞ്ഞാട്ട പരുവത്തിലാവും. പുല്ലെല്ലാം നശിക്കണം. ഇടേ, ഞാൻ തന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഒരു 3 മണിക്കൂർ നേരത്തേക്ക് മതിയുടെ എനിക്ക് അഡ്ജസ്റ്റ്മെന്റ്. അതേ ഞാൻ വെക്കണം. ആരാടാ കാറി പോയത്? നിന്റെ അച്ഛൻ. എന്റെ അച്ഛനോ? എടാ, സാക്ഷാൽ മാട്ടുപ്പെട്ടി മഹാദേവനാണ് പോയത്. അയ്യോ, ആ മോന്ത ശരിക്കൊന്നും കണ്ടില്ലേ? അപ്പൊ ഡിക്കിലോ? രോഗി, സംശയ രോഗി. ഇനി ഈ പരിസരത്തുള്ള എല്ലാ അമ്പലങ്ങളും ചുറ്റി വരുന്നവരെ അവൻ ആ ഡിക്കി തന്നെ കാണും. ഓട്ടോ ലോക്ക. അപ്പൊ എന്റെ കാര്യം സമയം പോണ്ട. ഇനി ഈ വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യം നടക്കില്ല. വെറുതെ ടെൻഷൻ എടുക്കാൻ എന്നെ കിട്ടില്ലേട്ടാ. അങ്ങനെ അറുത്ത് മുറിച്ച് പറയാതാ. നീ ചെല്ലേ, എത്രയും പെട്ടെന്ന് പാർവതിയും കുട്ടി ഇങ്ങോട്ട് വാ. പിന്നെ ഒരു കാര്യം, 3 മണിക്കൂർ കൂടുതൽ ഇവിടെ നിൽക്കരുത്. നീ എന്താ ചെയ്യാൻ പോണേ? ഒരു ജീവൻ മരണ പോരാട്ടം. അപ്പൊ ലക്ഷ്മി? ലക്ഷ്മിയുടെ അച്ഛൻ മരിച്ചു. എപ്പോ? ഇപ്പോ. ലക്ഷ്മി, ലക്ഷ്മിയുടെ അച്ഛൻ. അയ്യോ, അച്ഛൻ എന്ത് പറ്റി? നീ ടെൻഷൻ ആവാതെ, ഞാൻ പറയുന്നു. ഒന്നും പറയണ്ട, എനിക്ക് എന്റെ അച്ഛനെ ഇപ്പൊ കാണാം.